ഹായ്, ഞാൻ ഡോക്ടർ ഷഹനാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രഗ്നൻസിയിൽ വളരെ കോമൺ ആയി കാണുന്ന ഒരു കണ്ടീഷനാണ്. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ 80% സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഛർദിയും ഓക്കാനവും. ആദ്യത്തെ 3-4 മാസമാണ് ഇത് കൂടുതലായി കാണുന്നത്. വോമിറ്റിങ്ങിൻ്റെ കൂടെ ഓക്കാനം, നെഞ്ചരിച്ചിൽ, വിശപ്പില്ലായ്മ എന്നിവയും ഉണ്ടാകാം. ഇവയെല്ലാം പ്രഗ്നൻസിയിലെ പ്രൊജസ്ട്രോൺ ഹോർമോൺ കാരണമാണ് ഉണ്ടാകുന്നത്. ഈ സിംറ്റംസ് ഇല്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ പ്രഗ്നൻസി നോർമലാണ്. സിംറ്റംസ് ഇല്ല എന്ന് കരുതി ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആദ്യത്തെ 3 മാസം പ്രഗ്നൻസിയിൽ 2-3 കിലോ വെയിറ്റ് കുറയാം. അത് വോമിറ്റിംഗ് കാരണവും ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തതും കൊണ്ടാണ്. അങ്ങനെ ആദ്യത്തെ 3 മാസത്തെ അമ്മയുടെ വെയിറ്റ് ബേബിയുടെ വളർച്ചയെ ബാധിക്കുന്നതല്ല. എന്താണ് ഈ വോമിറ്റിംഗ്, ഓക്കാനം എന്നിവയ്ക്കൊരു പരിഹാരം? വോമിറ്റിംഗ് കാരണം വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ഗർഭിണികളുണ്ട്. രാവിലെ ബ്രഷ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് കൂടുന്നത്. അതിനാൽ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡ്രൈ ആയിട്ടുള്ളതോ സോൾട്ടി ആയിട്ടുള്ളതോമായ ബിസ്ക്കറ്റ്സ്, ഉപ്പുരസമുള്ള ക്രാക്കേഴ്സ് എന്നിവ കുറച്ച് കഴിക്കാം. അതിനുശേഷം ബ്രഷ് ചെയ്യാം. യൂഷ്വലി പ്രഗ്നൻസിയിൽ ബേക്കറി ഐറ്റംസ് കഴിക്കാൻ പാടില്ല. എന്നാലും ഇത് വോമിറ്റിംഗ് കുറയാൻ സഹായിക്കുന്നുണ്ട്. അതിനാൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അടുത്തതായി ചെറിയ എമൗണ്ടിൽ ഫുഡ് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം. അതായത് 2-3 മണിക്കൂർ ഇടവിട്ട് ഭക്ഷണം കഴിക്കുക. ഇത് ഹാർട്ട് ബേൺ, അസിഡിറ്റി, ഓക്കാനം എന്നിവ കുറയ്ക്കാൻ സഹായിക്കും. ഫിഷിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർ ആദ്യത്തെ 3 മാസം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പ്രഗ്നൻസിയിൽ ചായ, കാപ്പി, സോഡ, ഡാർക്ക് ചോക്ലേറ്റ്സ് എന്നിവ കഴിവതും അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ വോമിറ്റിംഗ് കുറയാൻ വേണ്ടി ഡോക്ടർ നിങ്ങൾക്ക് തരുന്ന മരുന്ന് ഭയപ്പെടാതെ കഴിക്കാം. അത് പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ള മരുന്നാണ്. കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞിന് വോമിറ്റിംഗ് ഉണ്ടാവുമ്പോൾ കൊടുക്കുന്ന മരുന്ന് തന്നെയാണ് പ്രഗ്നൻസിയിലും കൊടുക്കുന്നത്. അതിനാൽ അത് ഭയപ്പെടാതെ കഴിക്കാം. ഈ പറഞ്ഞ ടിപ്സ് എല്ലാം ശ്രദ്ധിച്ചാൽ വോമിറ്റിംഗ് ഒരു പരിധിവരെ കുറയാൻ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്.